ഇത്രയും സമയം 24 hour ഒബ്സർവ് ചെയ്യണം. എപ്പോഴാ വന്നേക്കുന്നത്, ആരാ വന്നേക്കുന്നത് എന്നുള്ളത്. ഇത്രയും അതിന് ടൈം എടുക്കും. ഒരു ദിവസം കൊണ്ടോ അര ദിവസം കൊണ്ടോ പറ്റുന്ന കാര്യമല്ല. ഓരോ ടീമും 24 hour ബാച്ച് ചെയ്യണം. 24 മണിക്കൂറത്തെ സമയമാണ്. അപ്പൊ ഈ 103 എണ്ണം ഒബ്സർവ് ചെയ്യണം. എങ്കിലേ ഒരു കൃത്യമായ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. വെരിഫൈ ചെയ്തിരിക്കുകയാണ്. ഒരു സംശയം തോന്നിയിട്ടുണ്ട്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അല്ല, അത് ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. ഈ കാര്യങ്ങളൊന്നും CCTV ഈ കാര്യങ്ങളൊന്നും എങ്ങും പോകുന്നില്ല. അത് അവിടെ തന്നെ ഉണ്ട്. ഇതിപ്പോ നാളെ ആയാലും അത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ല, അത് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടേ? നമുക്ക് കൃത്യമായിട്ട് അറിയണ്ടേ? നമുക്ക് പായസാക്ക് നോക്കൂ. ഈ കാര്യത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ചെറിയൊരു അൺയൂഷ്വൽ ഇഷ്യൂസ് കാണുന്നത് കൊണ്ട് വിശദമായ പരിശോധനയ്ക്ക് അതിന് നമുക്കൊരു സമയം വേണം. ഇതിന് മറ്റു തരത്തിൽ പരിശോധന വരുമോ എന്ന് നമ്മളല്ല. നമുക്ക് എന്താണ് അസ്വാഭാവികത റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. കാരണം പ്രവീണ പറഞ്ഞു നമ്മൾ പോലീസൊന്നല്ല അല്ലേ? അപ്പൊ അത്ര മാത്രമേ നമുക്ക് ഇതുള്ളൂ. അതിന് വേണ്ടിയിട്ട് വിശദമായിട്ട് പരിശോധന നടത്തേണ്ടി വരും എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇല്ലെന്നോ ഉണ്ടെന്നോ നേരത്തെ സൂചിപ്പിച്ചു. 2/8 എറണാകുളത്ത് നിന്ന് ഒരു സ്ഥാപനത്തിന്റെ ബില്ലാണത്. അതെ, ഇത് ഒരു കവർ ഇങ്ങനെ ഇരിക്കുക. അല്ല, ഒരു കവറല്ല, അതിന്റെ പെട്ടിയുടെ മേളില് ഇങ്ങനെ ഒട്ടിച്ചിരിക്കുക ബില്ലടക്കം. സാധാരണ കൊറിയർ അയക്കുമ്പോ അതിനെ മാത്രം അയക്കുമല്ലോ. അത്രയാണ്. അതിലെങ്ങനെ കൊറിയർ ബോക്സ് ഒരു കവറിനകത്താണ് അത് ഇരിക്കുന്നത്. കവർ പൊട്ടിച്ചു. എല്ലാവരുടെ യൂറോളജിയും DMEയുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കവർ പൊട്ടിച്ചു. കവറിനകത്തുള്ള ബില്ലിലാണ് മോസിലോസ്കോപ്പ് എന്ന് എഴുതിയിരിക്കുന്നത്. അതിന്റെ ഡേറ്റ് 2/8 അവിടെ നിന്ന് ബില്ല് ചെയ്തേക്കുന്നത്. അതാണ് നമ്മൾ കണ്ടെത്തിയത്. ബില്ലിൽ എഴുതിയിരിക്കുന്ന കൊറിയർ ആരുടെ പേരിൽ വന്നെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇനി നോക്കണം. ഏത് സ്ഥാപനത്തില് അല്ല, അതിന് ബില്ലിൽ ഇതിപ്പോ നിങ്ങൾ ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള 2 ഡോക്ടർമാരാണ്. ഒരു ഉപകരണം കണ്ടാൽ അതിന്റെ കാലപ്പഴക്കം തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റില്ലേ? അത് പുതിയ ഉപകരണമാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? മറ്റേ 1.5 കൊല്ലം 2 വർഷം മുമ്പുള്ള ഉപകരണം അല്ല, അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ആ ഉപകരണം അല്ലല്ല, മുമ്പ് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് തന്നെ ഇവിടെ ഒരു കേസിന് ഉപയോഗിച്ചിട്ടില്ല. അത് ഐഡിയലായിട്ടിരിക്കുവാണ് ഇത്രയും നാളുണ്ട്. അല്ല, ഒരു കേസിന് ഉപയോഗിച്ചാൽ എങ്ങനെ അറിയാൻ പറ്റില്ല? റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്താൽ ചിലപ്പോ കണ്ടാൽ മനസ്സിലാവും. ഏതാണ് ഡോക്ടേഴ്സ് ഇവിടെ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ. എന്താണ് ഇതിന് ട്രെയിനിങ് കിട്ടിയ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല. ഒരു കേസ് ചെയ്തു, ആ പേഷ്യന്റ് കോംപ്ലിക്കേറ്റഡ് ആയി കഷ്ടിച്ച് രക്ഷപ്പെടുത്തിയതാണ് എന്നാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത്. അപ്പൊ സൂപ്രണ്ട് പറയുന്നു ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള, അത് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. സാർ റിട്ടയർ ആയി പോയി. ആളെങ്ങനെയാണ് സാർ ഇവിടെ വന്ന് ചെയ്യുന്നത്? അല്ല, അതെങ്ങനെയാ പ്രശ്നം വരുന്നത്? ഒരാൾ എങ്ങനെയാണ് ഇവിടെ വന്ന് നമുക്കിതിൽ കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് ഇതിലെ സുഹൃത്തുക്കളെ, എനിക്ക് ഒരു കാര്യം ഇതിൽ പറയാനുള്ളൂ. ഇതിൽ എനിക്ക് കൺക്ലൂഡിങ് റിമാർക്സ് നമ്പർ 1, ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ച നിങ്ങളാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും സർക്കാർ അത് പരിശോധിക്കുന്നുണ്ട്. നിങ്ങൾ ആ കാര്യത്തിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നം എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സർക്കാർ ഇത് സോർട്ട് ഔട്ട് ചെയ്ത് വളരെ കൂളായിട്ട് ഒരു നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ മാത്രമാണ് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഡോക്ടർ ഹാരിസിനെ പറ്റി ഒരു കോൺട്രവേഴ്സിയും ആരും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. കുറച്ച് ലിറ്റിൽ ഇഷ്യൂസ് അതല്ലാതെ കണ്ട് പ്രശ്നങ്ങളില്ല. അത് നമുക്ക് എല്ലാവർക്കും കൂടെ നിന്ന് ഇത് ശരിയാക്കിയെടുക്കാം എന്നുള്ളതാണ് എനിക്ക് കൺക്ലൂഡിങ് റിമാർക്സ് ആയിട്ട്. നിങ്ങളുടെ സഹകരണം എനിക്ക് ആവശ്യമാണ്, ഈ സ്ഥാപനത്തിന് ആവശ്യമാണ്. തൽക്കാലം 3 തവണ പരിശോധന ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. ആദ്യത്തെ പരിശോധന എന്താ കണ്ടെത്തിയത്? ആദ്യത്തെ പരിശോധന നടത്തുന്നത് നിങ്ങളായിരുന്നു. DME ഉണ്ടായിരുന്നു. അത് ഈ HOD റൂം തുറന്നിട്ടില്ല. ബാക്കിയുള്ള അതായത് HOD റൂമിൽ അന്ന് പരിശോധിച്ചിട്ടില്ല. കീ ഇല്ല. അവിടെ 2 തവണ പരിശോധിച്ചു.
അല്ല സാറ് മാത്രമാ പോയത്. അതെ അതെ. ആ പെട്ടിയിൽ എന്ത് ഉപകരണമായിരുന്നു? എന്റെ പൊന്നുമോനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കവറിലുണ്ടത്. ഒരു സെക്കൻഡ്. ഹലോ, പറഞ്ഞു എന്നോട് പറഞ്ഞു സാറേ, ഇല്ല, അത് പറഞ്ഞു ക്ലിയർ ആയിട്ടില്ല. ഇങ്ങനെ ഒരു റിപ്പോർട്ട് മാത്രം നമുക്ക് വന്നതേ ഉള്ളൂ. ഉണ്ട്, അത് കൃത്യമായിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും മാറിപ്പോവില്ല. CCTV ഇല്ലില്ല, സംശയത്തിലല്ല. അത് ക്ലാരിറ്റി ഇല്ലാതെ എനിക്ക് പറയാൻ കഴിയില്ല. ക്ലിയർ ആയിട്ട് ഇന്ന ഡേറ്റ് മുതൽ ഇന്ന സമയത്താണ് കയറിയത്, ഇന്ന സമയത്താണ് അതിന്റെ പ്രശ്നമുള്ളത്. നമ്മളെ നമുക്ക് ഇതില് നമ്മളെ അല്ല ഇത് അല്ല അതല്ല അവിടെ ഇല്ലാതിരുന്ന ഒരു ഉപകരണം ആരോ അവിടെ കയറി കൊണ്ടുവച്ചു. ഹാരിസിന്റെ അണ്ടർ കസ്റ്റഡിയിലുള്ള അതിന്റെ കസ്റ്റഡിയൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ഉപകരണമാണ്, അദ്ദേഹത്തിനാണ് ചുമതല. ആ ഉപകരണം കാണാനില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതിനുശേഷം പുതിയൊരു ഉപകരണം കൊണ്ടുവച്ചു. സ്വാഭാവികം പുതിയൊന്നല്ല, ഒരു ഉപകരണം അറിയില്ല, പുതിയൊന്നല്ല, അറിയില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. മോനെ അത് നമുക്ക് അല്ല എന്തിലാണ് വ്യക്തതയുള്ളത്? അതായത് പുതിയ ഉപകരണമാണോ എന്ന് ചോദിച്ചാൽ അതിൽ വ്യക്തതയില്ല. ആരുടെ പേരിലാണ് കൊറിയർ വന്നതെന്ന് ചോദിച്ചാൽ അതിൽ പറഞ്ഞോ HOD. CCTV ദൃശ്യങ്ങളിൽ വ്യക്തതയില്ല. ഇതിന്റെ അകത്ത് കയറിയത് ഏത് വഴിയാണെന്ന് ചോദിച്ചാൽ അതിൽ വ്യക്തതയില്ല. ചുരുക്കത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് എന്തിലാണ് വ്യക്തതയുള്ളത്? അവിടെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി വിശദമായിട്ടൊരു അന്വേഷണം വേണം. ആ അന്വേഷണത്തിന് നിങ്ങൾ പ്രാപ്തരാണോ? അത് അല്ല, നമ്മൾ പ്രാപ്തരല്ല, മോളെ പ്രാപ്തരല്ല. റിപ്പോർട്ട് ചെയ്യണ്ടേ? പ്രവീണെ അതിന് മുമ്പ് നമുക്ക് റിപ്പോർട്ടായിട്ട് കൊടുക്കണം. ഇപ്പൊ ഗവൺമെന്റിന് താങ്കൾ ചോദിച്ചില്ലേ ആദ്യത്തെ പരിശോധന ഡേറ്റ് ചെയ്താ കഴിഞ്ഞ 2-ാം തീയതി, ഇന്ന് ശനിയാഴ്ച. ശനിയാഴ്ചയാണ് ഫസ്റ്റ് പരിശോധന. അതെ. അല്ല, അപ്പൊ HOD റൂമിലായിരിക്കണം. HOD റൂമില് 6-ാം തീയതി അല്ലേ സമയം? HOD റൂമിൽ 6-ാം തീയതി 6-ാം തീയതി 6-ന് 2 ഡേയ്സ് ഗ്യാപ്പിലാണ് ഈ 1 ഡേ എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പൊ 6-ന് അല്ലെങ്കിൽ 7-ന് ആയിരിക്കണം ഇതിനകത്ത് ഈ സാധനം എത്തിയിട്ടുണ്ടാവും അല്ലെ? അത് പറയാൻ പറ്റില്ല. അതെ. പുതിയൊരു കൊറിയർ വന്ന പെട്ടി അത് അൺബോക്സ് ചെയ്യുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നത്? പുതിയ ആണ് കൊച്ചിയിൽ വന്നത്. അത് അൺബോക്സ് ചെയ്യുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നത്? ഇന്നലത്തെ DME ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, സൂപ്രണ്ട് ഉണ്ടായിരുന്നു, ഡെപ്യൂട്ടി സൂപ്രണ്ട് ജയന്തൻ ഉണ്ടായിരുന്നു, ഡോക്ടർ ടോണി ഉണ്ടായിരുന്നു, ടെക്നിക്കൽ ഡോക്ടർ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ സാജു ഉണ്ടായിരുന്നു. ടെക്നിക്കൽ ഓഫീസർമാരാ. ബില്ലിന്റെ ആ സ്ഥാപനം ഏതാണ്? ഇത് വാങ്ങിയ സ്ഥാപനം ബില്ലുണ്ടാവുമല്ലോ. ആ സ്ഥാപനത്തിൽ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ന് വാങ്ങിയതാണ്? അല്ല, സ്വകാര്യ സ്ഥാപനമാണ്. അതിനെപ്പറ്റി അന്വേഷിക്കണം എന്ന് തന്നെ പറയുന്നു. എന്റെ മോനെ ഇന്ന് രാവിലെ മുതൽ അല്ല ഇതിപ്പോ അതായത് 2 പെട്ടികൾ കണ്ടെത്തിയല്ലോ, ചെറിയ പെട്ടിയും വലിയ പെട്ടിയും. ഈ 2 പെട്ടിയിലും രണ്ടും ഒരേ സാധനമാണോ ഉണ്ടായിരുന്നത്? അല്ല ഇല്ല മോനെ, അത് നമുക്ക് ഒന്നുകൂടെ പറയാം. നോക്കൂ, രണ്ട് പെട്ടിയാ. ഒരു പെട്ടി കൊച്ചു പെട്ടി എന്ന് പറയൂ. കൊച്ചു പെട്ടിയിൽ സോക്കോൾ മൊസുലോസ്കോപ്പ്, ക്ലിയർ ആണല്ലോ. ഓക്കെ. രണ്ടാമത്തെ പെട്ടിയിൽ വേറെ വലിയ പെട്ടി. ആ വലിയ പെട്ടിയിൽ 3, അതിന്റെ പേര് എനിക്കറിയില്ല, ഡോക്ടർ ടോണി പറഞ്ഞ നെഫ്രോസ്കോപ്പ്. അതിന്റെ പേരിലാണ് ബില്ല് എഴുതി ഒട്ടിച്ചു വെച്ചത്. അത്രേ ആയിട്ടുള്ളൂ. ചെറിയ പെട്ടിയിലുള്ള. ഓക്കെ. തെറ്റ്. രണ്ടാമത്തെ പരിശോധന നേരത്തെ ഇല്ലാതിരുന്ന ഉപകരണം പിന്നീട് നടത്തിയ പരിശോധനയിൽ അവിടെ വന്നു. അവിടെ ഉണ്ടായിരുന്നു. അവിടെ വന്നു എന്നൊന്നും പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്നു. അതെ, അതൊന്നും